CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള എം സ്വരാജിന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി CPM എന്ന് പ്രഖ്യാപിച്ചു. അവർ ഇന്നായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെച്ചിരുന്നത്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് എം സ്വരാജിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇന്നിപ്പോൾ തിരുവനന്തപുരത്താണ്. അതിനുശേഷം അദ്ദേഹം നാളെ നിലമ്പൂരിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഒന്ന് ചർച്ച ചെയ്യുന്നത്. ഇക്കാലത്ത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു പ്രൊപ്പഗാണ്ടയുടെ പ്രചരണത്തിൻ്റെ ഒരു രംഗം കൂടിയാണ്. അത് മാക്രോ ലെവലിലും ഉണ്ടാകാറുണ്ട്, മൈക്രോ ലെവലിലും. അതായത് മാക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ പൊതുവെ അവിടെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാറുണ്ട്, ആശാസമരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലുമുള്ള മൈക്രോ ലെവൽ കാര്യങ്ങൾ, അവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അതീവ പ്രാധാന്യത്തോടു കൂടി കേൾക്കാറുണ്ട്. അതിനെ കുറിച്ച് ഓരോന്നിനെക്കുറിച്ചുമുള്ള അവരുടെ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ നറേറ്റീവ്സും ഒക്കെ ബിൽഡ് ചെയ്യാറുണ്ട്. ആ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതായത് ഓരോ ചെറിയ കാര്യങ്ങളും മെറ്റിക്കുലസ്ലി BJP പ്ലാൻഡ് ആയിരുന്നു. ഏതാണ്ട് അതേപോലെ തന്നെ CPM ഇത്തവണ പ്ലാൻഡായി നടപ്പാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്നത് ഈ നിലമ്പൂരിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നേരത്തെ അവർ ആലോചിച്ചിരുന്ന പല സ്ഥാനാർത്ഥികളും ഷറോണ റോയ് മുതൽ ഷബീർ മുതൽ അതുപോലെ തന്നെ ഷിനാസിനെ അടക്കമുള്ള മെഡിക്കൽ കോളേജിലെ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ അവർ ആലോചിച്ചിരുന്നു. പക്ഷേ ഇത്തരം ആളുകൾക്കൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത വലിയ തോതിലുള്ള ഒരു ആവേശവും ഊർജവും സംസ്ഥാനത്തെമ്പാടും തന്നെ ഈ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ SFIയുടെയും DYFIയുടെയും ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന MV നികേഷ് കുമാർ അടക്കമുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു സോഷ്യൽ മീഡിയ വാറിന് CPM അവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഈ മത്സരത്തെയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ അതീവ ഗൗരവത്തോടുകൂടി കാണുന്നു. അവിടെ ജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ മത്സരം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് കൂടി CPM വിലയിരുത്തിയിരിക്കുന്നു. അതിലൊന്നാമത്തെ കാരണം നമുക്കറിയാം, കാരണം PV അൻവറിൻ്റെ ഇടച്ചിൽ തന്നെയാണ്. ഇപ്പോൾ PV അൻവർ ഇടഞ്ഞു നിൽക്കുകയും PV അൻവർ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് വലിയ തോതിൽ കോൺഗ്രസിനും തന്നെ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുകയും CPMന് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളൊക്കെ തന്നെ ഭിന്നിച്ചു പോവുകയും ചെയ്യുമെന്നവർക്കറിയാം. ഇനി അഥവാ PV അൻവർ അങ്ങനെ വീണ്ടും തിരിച്ച് UDFിലേക്കാണ് വരുന്നതെങ്കിൽ പോലും അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്നുള്ളതൊക്കെ തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗീയത ഒരുപക്ഷെ കോൺഗ്രസിനകത്തുമൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് കൃത്യമായി CPM മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ CPMന് ഒരു വലിയ പോരാട്ടം നടത്താൻ കഴിയും. അങ്ങനെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് എത്തി ജയിച്ചാൽ പോലും അത് വലിയ തോതിൽ VD സതീശനും അതുപോലെ തന്നെ പല മറ്റു കോൺഗ്രസിനും ഒക്കെ തന്നെ വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാൽക്കുലേഷൻ്റെ പുറത്താണ് യഥാർത്ഥത്തിൽ CPM ഇത്തരത്തിലുള്ള ഒരു മൂവ് നടത്തിയിരിക്കുന്നത്. ആ കാൽക്കുലേഷൻ അവർ വളരെ കൃത്യവും വ്യക്തവുമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജില്ലാ കമ്മിറ്റി മെമ്പർമാരും അതുപോലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ അങ്ങോട്ടെത്തുകയും അവിടുത്തെ ഓരോ പഞ്ചായത്തുകൾക്കും 263 വരുന്ന ബൂത്തുകൾക്ക് പോലും ഇവർക്കൊക്കെ തന്നെ ചാർജ് ഉണ്ടാവുകയും അവരൊക്കെ തന്നെ അതാത് പ്രദേശങ്ങളിൽ താമസിക്കുകയും ആ താമസിച്ചുകൊണ്ട് തന്നെ അവിടത്തേക്ക് രാഷ്ട്രീയത്തിന്, അതായത് കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലെ രാഷ്ട്രീയത്തിന് ചില ഏതൊക്കെയാണ് അവിടുന്ന് ഉയരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്നും ആ പ്രശ്നങ്ങൾക്ക് അവർ ഡിഫെൻഡ് ചെയ്യേണ്ടത് എന്താണെന്നും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യേണ്ടത് എന്താണെന്നും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള നരേറ്റീവുകൾ ബിൽഡ് ചെയ്യാൻ CPM തയ്യാറെടുക്കുന്നു എന്നാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, CPM ഇന്ന് തന്നെ ബഹുദൂരം മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇന്നലകൾ വരെ, അതായത് യഥാർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ പോലും സ്മൃതി പരുത്തിക്കാടക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ലേ, സ്ഥാനാർത്ഥീനെ അവർ അന്വേഷിച്ച് നടക്കുകയാണ്, ചിലപ്പോൾ ഏതെങ്കിലും ബംഗാളി വന്ന് മത്സരിക്കുമായിരിക്കും എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു. ആ പ്രചരണങ്ങളെല്ലാം തന്നെ CPMന് ഗുണമായി. കാരണം ആ പ്രചരണങ്ങളിലെ കൊടിമുടിയിൽ നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ട് രസിക്കുകയും ചിരിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ CPM ഏത് സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വം, അല്ലെങ്കിൽ CPMൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും ഈ പറഞ്ഞ പോലെ മിടുക്കനായിട്ടുള്ള ഒരാൾ തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട്
അദ്ദേഹം ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിവുള്ള, വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന, ഏത് ദാർശനികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും വളരെ ദൈക്ഷണികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിനെ വളരെ കൃത്യമായി ഇഴകീറി അവലോകനം ചെയ്യാൻ കഴിയുന്ന CPM-ലുള്ള ഒരു മിടുക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ലെവലിലേക്ക് വരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു DYFIയുടെയും SFIയുടെയും ഒക്കെ കൂടി വലിയ സഖാക്കൾ എത്തിച്ചേരുന്നു. കൂടാതെ വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു സംഘം കൂടി CPM-നുണ്ട്. അതിനെ ഇപ്പോൾ ഹെഡ് ചെയ്യുന്നത് MV നികേഷ് കുമാറാണ്. അതുപോലെ ജോൺ പിട്ടാസ് അടക്കമുള്ള ആളുകളാണ്, അവരുടെ സോഷ്യൽ മീഡിയ ടീമിനെയൊക്കെ അടക്കം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സംഘം കൂടി യഥാർത്ഥത്തിൽ നിലമ്പൂരിലേക്ക് തെരഞ്ഞെടുപ്പിനെത്താൻ കഴിയുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ജനങ്ങളുടെ എല്ലാം ചിന്താഗതികളോ ഭരണവിരുദ്ധ വികാരത്തെയൊക്കെ മറികടക്കൽ അസാധ്യമാണ്. പക്ഷെ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ചില സ്ട്രാറ്റജികൾ കൂടിയുണ്ട്. കാരണം പലപ്പോഴും 100 പേര് മത്സരിക്കുമ്പോൾ 100 പേരും വന്ന് വോട്ട് ചെയ്യുന്നു, അതിൽ 51% വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു എന്നുള്ളതൊന്നുമല്ല കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്നത്. ഹരിയാനയിലും ഡൽഹിയിലും അതുപോലെ മഹാരാഷ്ട്രയിലും ഒന്നും നടന്നേക്കണം അങ്ങനെയല്ല. പകരം നിങ്ങൾക്കെതിരായ വോട്ടുകൾ അത് ഭിന്നിച്ചു പോയാൽ പോലും വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭിന്നിച്ചു പോകാനായിട്ട് ഇനിയിപ്പോൾ PV അൻവറുടെ സ്ഥാനാർത്ഥിത്വം വരികയാണെങ്കിൽ അത് സഹായിക്കും. SDPIയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ട് അവിടെ. തീർച്ചയായിട്ടും അവരൊരു 4000-5000-ഓളം വോട്ടുകൾ ചിലപ്പോൾ ഒരു പക്ഷെ പിടിച്ചേക്കാം. തീർച്ചയായിട്ടും അടുത്തത് എന്ന് പറയുന്നത് BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല, അല്ലെങ്കിൽ BDJSന്റെ സ്ഥാനാർത്ഥിയില്ല. ഇനി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ദുർബലനായിട്ടുള്ള ഒരാൾ വന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ ചില നിലപാടുകൾ ഒരുപക്ഷെ M സ്വരാജിലേക്ക് കുറച്ചുകൂടി വോട്ടുകൾ എത്തിച്ചേക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ BJPയിലേക്ക് കഴിഞ്ഞ തവണ പോയത്ര വോട്ടുകൾ അവർക്ക് BJPക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിലുള്ള വോട്ടുകൾ എങ്ങോട്ട് കിട്ടും എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ അങ്ങേയറ്റം ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ മുൾമുനയിൽ നിർത്താൻ പോവുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചോളമുള്ള മറ്റൊരു പ്രത്യേകത, മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷം അത്രയൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ എന്ന് പറയുന്നത്. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി 2011 സെൻസസ് എടുത്ത് വെച്ച് നോക്കിയാൽ 45% ഹിന്ദുക്കളാണ്. ഇപ്പോഴും ഏതാണ്ട് ഈക്വൽ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഹിന്ദുക്കൾ 45% ഉണ്ട് എന്ന് മാത്രമല്ല 10.8% വരുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി അവിടെ ഉണ്ട്. കൂടാതെ ഒരു അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് M സ്വരാജ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥി ഇല്ല, നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് കിടക്കുകയാണ്, അവർക്ക് നിർത്താൻ സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നുള്ളതും ഏതെങ്കിലും ബംഗാളി സ്ഥാനാർത്ഥി വരും എന്നുള്ളതിനെയൊക്കെ മറികടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു മൈക്രോ ലെവൽ മാനേജ്മെൻറ്റുകളിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ഇനി തോറ്റാൽ പോലും അത് യഥാർത്ഥത്തിൽ UDF നേതൃത്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ VD സതീശനും ഒക്കെ തന്നെ വലിയ തിരിച്ചടിയാകുമെന്നും അത് അടുത്ത 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലയാകാമെന്നും ഒക്കെ തന്നെ CPM വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അവിടെ ജയം എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമെങ്കിൽ പോലും ആ ജയത്തിനോടടുത്ത ഒരു തോൽവി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് CPMന് വലിയ തോതിലുള്ള ആത്മവിശ്വാസം നൽകാൻ പോകുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എല്ലാവരെയും തന്നെ അലർട്ടാക്കിയിട്ടുണ്ട്. കാരണം ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയയൊക്കെ മാനേജ് ചെയ്യുന്ന UDFന് വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇത് അലർട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലകളിൽ വരെ സ്ഥാനാർത്ഥിയില്ല എന്നും ഏതെങ്കിലും ബംഗാളി മത്സരിച്ചേക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തൂത്തെറിയാനും നേരത്തെ പറഞ്ഞ പോലെ മാക്രോ ലെവൽ പ്ലാനിങ്ങുമായി അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രചരണത്തിനെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം നിലമ്പൂരിൽ കളമൊരുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഈസി വാക്ക് ഓവറോ ഈസി കേക്ക് വാക്കോ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ. കാരണം PV അൻവർ കൂടി മാറി നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഇതെല്ലാം കൂടി വലിയ തോതിലുള്ള അനുകൂലമായ ഒരു ഘടകമുണ്ട് എന്നാണ് CPM വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ സംസ്ഥാനത്ത് വെച്ച് കിട്ടാവുന്ന ഏറ്റവും മുതിർന്ന ഏറ്റവും ദൈക്ഷണിക മുഖമായിട്ടുള്ള ഏതൊരു ആളുമായിട്ട് വേണമെങ്കിലും ഒരു ഡിബേറ്റിൽ ഏർപ്പെടാവുന്ന അതിഗംഭീരമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്നവിടെ എത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത്രയും ദിവസങ്ങളിൽ അദ്ദേഹം അങ്ങനെ നേരത്തെ മുൻകൂട്ടി ഒന്നും CPM ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിയുമ്പോൾ അവിടെ CPMൻ്റെ പ്രതീക്ഷകൾ LDFൻ്റെ പ്രതീക്ഷകൾ കൂടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് M സ്വരാജ് എന്ന് പറയുന്ന ഒരാളുടെ വരവ് നിലമ്പൂരിലേക്ക് എത്തുന്നത്. ആ വരവ് യഥാർത്ഥത്തിൽ പ്രസക്തമാകുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്.